ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ ഓട്ടോകാഡ് 3D യൂസ് ചെയ്ത് എങ്ങനെ സ്റ്റെയർ കേസ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. സോ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ലെയർ സെറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ 4 ലെയേഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്ലാൻ, സ്റ്റെയർ, റെയിലിംഗ്, സെൻറ്റർ പോൾ. ആൻഡ് ഈ 4 സ്റ്റെയറിനും ഞാൻ ഓരോ കളേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലെയർ ഓപ്ഷനിൽ പ്ലാൻ ലെയർ കറണ്ട് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യുക. സ്റ്റെയറിൻ്റെ പ്ലാൻ കറണ്ട് ലെയർ ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം സർക്കിൾ ടൂൾ യൂസ് ചെയ്ത് ഒരു സർക്കിൾ ഫോം ചെയ്യുക. 0 എൻ്റർ കൊടുക്കുക. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഒരു സർക്കിൾ ഫോം ആവും. 150 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി പോളിലൈൻ യൂസ് ചെയ്ത് അതിൻ്റെ റേഡിയസ് ക്രിയേറ്റ് ചെയ്യുക. ഇത് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോളാർ അറേ എടുത്തതിന് ശേഷം ഈ ഒരു പോളിലൈൻ സെലക്ട് ചെയ്ത് ഒരു 11 സെഗ്മെൻറ്റ്സ് ഫോം ചെയ്യുക. ഇനി സ്റ്റാറ്റസ് ബാറിൽ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ മാറ്റി 3D മോഡലിംഗ് ഇനേബിൾ ചെയ്യുക. അതുവഴി നമുക്ക് 3D ടൂൾസ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി ലെയേഴ്സിൽ സ്റ്റെയർ ലെയർ കറണ്ട് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യുക. ബൗണ്ടറി ടൂൾ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റെയറിൻ്റെ ഒരു ബൗണ്ടറി ഫോം ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്ട്രൂഷൻ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റെയർ കേസ് എക്സ്ട്രൂഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം 16 സെൻറ്റിമീറ്റർ ഹൈറ്റ് പ്രൊവൈഡ് ചെയ്ത് നമുക്കൊരു സ്റ്റെയർ കേസ് ഫോം ചെയ്യാം. 2D വയർ ഫ്രെയിം എന്ന് പറഞ്ഞു കിടക്കുന്ന ഓപ്ഷൻ മാറ്റി ഹിഡൻ ആക്കുക. ഇനി സോളിഡ് പാലറ്റിൽ സോളിഡ് എഡിറ്റിംഗ് പോർഷനിൽ ഷെൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഷെല്ല് യൂസ് ചെയ്ത് നമ്മുടെ ഫേസസ് റിമൂവ് ചെയ്യാം. അത് ആദ്യം ഷെൽ ടൂള് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ബോട്ടം ഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് റിമൂവ് ആവും. ഇനി ഓഫ്സെറ്റ് ടൂൾ യൂസ് ചെയ്ത് 1 ഇഞ്ച് ഓഫ്സെറ്റ് കൊടുക്കുക. 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2.54 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ഷെല്ല് പോലെ ആ സ്റ്റെയർ കേസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഗ്രൂവ്സ് പോലെ ഫോം ചെയ്തെടുക്കാം, ഡിസൈൻസും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള സ്റ്റെയർ ആണ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ്സ് ഒന്നും ഫോം ചെയ്യുന്നില്ല. നെക്സ്റ്റ് ബാലിസ്റ്റർ കൊടുക്കാനുള്ളതാണ്. ഞാൻ ഓൾറെഡി ഒരു ബാലിസ്റ്റർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം റിവോൾവ് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ ഒരു സോളിഡ് ആയിട്ട് ഫോം ചെയ്യാവുന്നതാണ്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇനി റിവോൾവ് ചെയ്യാനുള്ള ആക്സസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു സോളിഡ് ഫോം ആയിട്ടുണ്ട്. സോ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റെയർ കേസും ബാലിസ്റ്ററിനെയും നമ്മൾ അറേസ് ഫോം ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അതിനെക്കാട്ടിയും ഈസി മെത്തേഡ് എന്ന് പറയുന്നത് അറേ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ അറേ ചെയ്യാനായിട്ട് ആദ്യം സ്റ്റെയറും ബാലിസ്റ്ററും സെലക്ട് ചെയ്തതിന് ശേഷം പോളാർ അറേ ചൂസ് ചെയ്ത് സർക്കിളിൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐറ്റം നമ്പർ 11 ആക്കി കൊടുക്കുക. ഇനി ആ ഒരു സ്റ്റെയർ കേസ് സെലക്ട് ചെയ്തതിന് ശേഷം അത് എക്സ്പ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓരോന്നും മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കുക. ഹൈറ്റ് അലൈൻ ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് സെൻറ്റർ പോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ പോളിൻ്റെ ലെയർ കറണ്ട് ലെയറായിട്ട് സെറ്റ് ചെയ്യുക. ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഓർബിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മോഡലിംഗ് പാലറ്റിൽ സിലിണ്ടർ ചൂസ് ചെയ്ത് ബോട്ടം പോർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടുത്തെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ കൊടുക്കുക. ഇനി ടോപ്പ് മോസ്റ്റ് പോർഷൻ എത്രയാണോ അത് ടോപ്പ് മോസ്റ്റ് ബാലിസ്റ്റർ അലൈൻ ചെയ്തേക്കുന്ന പോയിന്റ്, അതിൻ്റെ സെൻറ്റർ പോയിന്റ് അലൈൻ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സെൻറ്റർ ഫോം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹാൻഡ് റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹാൻഡ് റെയിൽ കൊടുക്കാൻ വേണ്ടി സ്പ്ലൈൻ ടൂൾ യൂസ് ചെയ്ത് ഈ ഓരോ ബാലിസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ഇത് കണക്ട് ചെയ്ത് ഒരു ലൈൻ ഫോം ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് നമുക്ക് സോളിഡ് ആക്കണം. സോളിഡ് ആക്കാൻ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് സ്വീപ്പാണ്.
സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വ്യൂവിൽ ഫ്രണ്ട് വ്യൂ ഇടുക. കോർഡിനേറ്റ്സ് നമുക്ക് വേൾഡ് കോർഡിനേറ്റ് ഇട്ടാൽ മതിയാവും. വ്യൂവിൽ ഫ്രണ്ട് വ്യൂ ഇട്ടതിന് ശേഷം ഒരു സർക്കിൾ വരച്ച് അതിനുശേഷം സ്വീപ്പ് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ ആ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സോളിഡ് ഫോം ചെയ്യുന്നതാണ്. ഇനി താഴെയും മുകളിലും എൻഡിങ് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ സ്റ്റെയർ കേസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.